ആദ്യം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. ഹ്യൂമണിനുള്ള ഏറ്റവും വലിയ ക്യാപ്പബിലിറ്റി എന്താണ്? ലേണിംഗ് ക്യാപ്പബിലിറ്റിയും അതുപോലെ പ്രോബ്ലം സോൾവിങ് ക്യാപ്പബിലിറ്റി, അല്ലേ? ഇത് രണ്ടുമാണ് ഹ്യൂമണിനുള്ള ഏറ്റവും വലിയ ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ലേണിംഗ് ക്യാപ്പബിലിറ്റിയും അതുപോലെ പ്രോബ്ലം സോൾവിങ് ക്യാപ്പബിലിറ്റി. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ക്യാപ്പബിലിറ്റീസ് ഒരു മെഷീനെ കൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. ഇൻ്റലിജൻസ് ആയിട്ട് ഹ്യൂമൻ ബിഹേവ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഒരു മെഷീൻ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മിമിക് ഓർ ഇമിറ്റേറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ്, അത് മറന്നു പോകരുത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മിമിക് ഓർ ഇമിറ്റേറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും AI സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കാൽക്കുലേറ്റർ എടുക്കാം. അവിടെ ഞാൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. 10ഉം 20 ആഡ് ചെയ്യാൻ പറഞ്ഞു. പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള റൂൾസ് വെച്ചിട്ട് ഞാൻ കൊടുത്ത നമ്പേഴ്സിൻ്റെ സമ്മ് സ്ക്രീനിൽ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? അവിടെ ഒരു പ്രോബ്ലം സോൾവിങ്. അവിടെ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് അനുസരിച്ചായിരിക്കും ആ കാൽക്കുലേറ്റർ വർക്ക് ചെയ്തത്. ഇനി നമുക്കൊരു സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ കാര്യം നോക്കാം. അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ റോഡിൽ നടക്കുന്ന എല്ലാ ഇൻസിഡൻസും എനിക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെച്ച് എനിക്ക് അങ്ങനെ ചെയ്യിക്കാൻ പറ്റില്ല. ഓരോ ഇൻസിഡൻസും വ്യത്യസ്തമായിരിക്കും, അല്ലേ? അപ്പോൾ ബിഹേവ് ചെയ്യേണ്ട സിറ്റുവേഷനും വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും? ഈ സിസ്റ്റം നോക്കും. സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് ഡിസിഷൻ എടുത്തപ്പോഴാണ് ഈ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത്, അതനുസരിച്ച് ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് സിസ്റ്റം ബിഹേവ് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ത് പറയാം? അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് പറയാം. മനസ്സിലായല്ലോ? നമ്മുടെ പ്രോബ്ലം സോൾവിങ് പ്ലസ് ഹ്യൂമൻ ഇൻ്റലിജൻസും കൂടെ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. മനസ്സിലായല്ലോ? അവിടെ ഒന്നും പഠിക്കാനില്ല. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ പെർഫോമിംഗ് ടാസ്ക് ദാറ്റ് നോർമലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്. അപ്പോൾ അതെന്താണ്? ഒരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ടാസ്ക് മെഷീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അതിൻ്റെ ഒരു സ്റ്റഡി, അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആ ടാസ്കിൽ എന്തൊക്കെ വരാം? ലേണിംഗ് ഫ്രം എക്സ്പീരിയൻസ്, ഇതൊരു ടാസ്ക്കാണ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജസ്, അതുപോലെ പാറ്റേൺ റിക്കഗ്നിഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം ഒരു മെഷീനിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ദ വേർഡ് ആർട്ടിഫിഷ്യൽ മീൻസ് മാൻ മെയ്ഡ്. ക്ലിയർ ആണല്ലോ? അവിടെ ഇൻ്റലിജൻസ്, എന്താണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് റിഫേഴ്സ് ടു ദ എബിലിറ്റി ടു അപ്ലൈ നോളജ് ആൻഡ് റീസണിങ്. ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ്, അതിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AI സിസ്റ്റംസ് ഇമിറ്റേറ്റ് ഹ്യൂമൻ തിങ്കിങ് ആൻഡ് ആക്ഷൻസ്. ഒരു സിറ്റുവേഷനിൽ ഹ്യൂമൻ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് AI സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ AI സിസ്റ്റത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ജോൺ മെക്കാർത്തിയാണ്. AI സിസ്റ്റത്തിൻ്റെ പിതാവെന്ന് പറയുന്നത്. ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ദ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇൻ്റലിജൻറ്റ് മെഷീൻസ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? AI എന്ന് പറയുന്നത് ഒരു സയൻസാണ്, അല്ലേ? അതുപോലെ ഒരു എൻജിനീയറിംഗ് ആണ്. അതുപോലെ ഇൻ്റലിജൻറ്റ് മെഷീനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് AI കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ AI എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സയൻസാണ്, ഒരു എൻജിനീയറിംഗ് ആണ്, അതുപോലെ ഒരു ഇൻ്റലിജൻറ്റ് മെഷീനെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് AI കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം. നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ സൈറ്റിനകത്ത് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തത് സ്പാം ഇമെയിൽ ഡിറ്റക്ഷൻ. ഇമെയിലിൽ നിന്ന് സ്പാമും നോട്ട് സ്പാമുമായിട്ട് മെയിലിനെ ക്ലാസിഫൈ ചെയ്ത് സ്പാം മെയിൽ ഒരു സെപ്പറേറ്റ് ഫോൾഡറിനകത്ത് ആക്കാൻ പറ്റുന്നു. അതേതാണ്? AI ടെക്നോളജിയാണ്. അടുത്ത ഫേസ് റെക്കഗ്നിഷൻ. നമുക്കറിയാം, അല്ലേ? നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ ചാറ്റ് ബോട്ട്സ് ആയിട്ട്
നമ്മളിപ്പോൾ ഒരു ചാറ്റ് ബോട്ടിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതും AI ടെക്നോളജിയാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് AI ഇൻ എക്കണോമിക്സ്. അതിൽ ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫോർകാസ്റ്റിംഗ് കൺസ്യൂമർ ഡിമാൻഡ്. ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡ്, ഒരു പ്രോഡക്റ്റിൽ ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയണം അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് AI ടെക്നോളജി യൂസ് ചെയ്യാം. അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിറ്റക്റ്റിംഗ് ഫ്രോഡ് ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റംസ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൊക്കെ വരുന്ന ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് AI ടെക്നോളജി യൂസ് ചെയ്യാം. അതുപോലെ മാർക്കറ്റിംഗ് ട്രെൻഡ്, ഗവൺമെൻറ് പോളിസീസ് എന്തൊക്കെയായിരിക്കാം, ഇതിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും നമുക്ക് AI ടെക്നോളജി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും നമുക്ക് AI ടെക്നോളജി യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഇമേജ് കണ്ടല്ലോ. ആ ഇമേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കുറേ ഡേറ്റ ഉണ്ട് അല്ലേ? ആ ഡേറ്റയിൽ മെഷീൻ ലോജിക്ക് യൂസ് ചെയ്ത് ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മൾ ഒരു റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. അതാണ് ആ ഇമേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് റെലവൻസ് ഓഫ് AI. ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ഒരുപാട് ഡേറ്റയാണ് നമ്മൾ അന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? ഡേറ്റ ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ബ്രൗസിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിലും ലാർജ് വോളിയം ഓഫ് ഡേറ്റയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാർജ് വോളിയം ഓഫ് ഡേറ്റയെ മാനുവലായിട്ടൊന്ന് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് AI യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റയെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഡേറ്റയിൽ നമുക്കൊരു പാറ്റേൺ, അതിൻ്റെ ഒരു സിമിലാരിറ്റി ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ AI ടെക്നോളജി കൊണ്ടുള്ള ഒരു റെലവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ലാർജ് വോളിയം ഓഫ് ഡേറ്റയെ അനലൈസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഡിസിഷനിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ ഇത്രയും? കാറ്റഗറീസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. Based on its capabilities, AI can be classified into 3 main categories. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് നാരോ AI, രണ്ടാമത്തെ എന്താണ്? ജനറൽ AI, മൂന്നാമത്തെ ഏതാണ്? സൂപ്പർ AI. 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നാരോ AI, ജനറൽ AI, സൂപ്പർ AI. അതിൽ നാരോ AI എന്താണെന്ന് നോക്കാം. ദ മെഷീൻ ദാറ്റ് ക്യാൻ പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ബെറ്റർ ദാൻ ഹ്യൂമൻ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ കഴിയുന്ന മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് നാരോ AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറണ്ട് റിസർച്ചൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നാരോ AIയിലാണ്. കുറച്ച് എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. സിരി, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, സ്പാം ഫിൽറ്റേഴ്സ്, റെക്കമെൻഡേഷൻ സിസ്റ്റം ഒക്കെ നാരോ AIയുടെ ടെക്നോളജി യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. അടുത്ത് പറയുന്നത് എന്താണ്? ജനറൽ AI. ഹ്യൂമൻ ചെയ്യുന്ന ഇൻ്റലക്ച്വൽ ടാസ്ക് അതേ ആക്യുറസിയോട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ജനറൽ AI എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ലേൺ ആൻഡ് പെർഫോം എനി ടാസ്ക് ലൈക്ക് ഹ്യൂമൻ ചെയ്യുന്ന ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ടാസ്ക് എല്ലാം നമ്മളൊരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഏതിനകത്ത് പറയുന്നത്? ജനറൽ AI. കറൻ്റ്ലി തിയററ്റിക്കലാണ് ആൻഡ് നോട്ട് യെറ്റ് അച്ചീവ്ഡ്. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തെ എന്താണ്? സൂപ്പർ AI. ഇൻ്റലിജൻസ് ദാറ്റ് സർപ്പാസസ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഹ്യൂമൻ ചിന്തിക്കുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് സൂപ്പർ AIയിൽ പറയുന്നത്. അപ്പോൾ നാരോ AIയിൽ എന്താണ് പറയുന്നത്? ഹ്യൂമൻ ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ കഴിയുന്ന മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അടുത്ത് ജനറൽ AIയിൽ എന്താണ് പറയുന്നത്? ഹ്യൂമൻ ചെയ്യുന്ന ഇൻ്റലക്ച്വൽ ടാസ്ക് അതേ ആക്യുറസിയോടെ ചെയ്യാൻ പറ്റുന്ന മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ജനറൽ AI. ഇനി സൂപ്പർ AIയിൽ എന്താ പറയുന്നത്? ഹ്യൂമൻ ചിന്തിക്കുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള മെഷീൻസിനെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് സൂപ്പർ AI എന്ന് പറയുന്നത്. ടെക്നിക്സ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൂൾ ബേസ്ഡ് സിസ്റ്റംസ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ റൂൾസ് വെച്ചിട്ടായിരിക്കും ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഒന്നാമത്തത്. പ്രീ ഡിഫൈൻഡ് റൂൾസ് ആർ യൂസ്ഡ് ഫോർ പർട്ടിക്കുലർ സിസ്റ്റം. റൂൾ ബേസ്ഡ് സിസ്റ്റംസ്. രണ്ടാമത്തത് മെഷീൻ ലേണിംഗ്. അത് നമ്മൾ കുറച്ച് ഒരു ഫിഗറിൽ ഞാൻ പറഞ്ഞു തന്നെ. എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്ന് ഒരു സിമിലാരിറ്റി ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ഡിസിഷൻ എടുക്കുക. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കാണ്. നമ്മുടെ ശരീരത്തിലെ നെർവ് സിസ്റ്റം പോലെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ANN എന്ന് പറയുന്നത്. ANN ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെ ആഴത്തിൽ പഠിപ്പിക്കാൻ സഹായിക്കുന്നത് ഒരു സാങ്കേതിക വിദ്യ പറയുന്നതാണ് ഡീപ്പ് ലേണിംഗ്. അതും ഒരു AI ടെക്നിക്സ് ആണ്. കമ്പ്യൂട്ടറുകൾ നന്നായിട്ട് എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാറ്റേണും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. സാധാരണ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പോൾ മനുഷ്യരുടെ ഭാഷ കമ്പ്യൂട്ടറിനെ കൊണ്ട് മനസ്സിലാക്കി ആശയവിനിമയം നടത്തുക, അതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT ആണെങ്കിൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കി അതനുസരിച്ച് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതും ഒരു ടെക്നിക്സ് ആണ്, AI യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ്. അടുത്തത് റോബോട്ടിക്സ്. അതെന്താ ചെയ്താൽ കമ്പൈൻ AI വിത്ത് മെഷീൻസ് ടു പെർഫോം ഫിസിക്കൽ ടാസ്ക്. ഒരു ഫിസിക്കൽ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഷീനെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് റോബോട്ടിക് എന്ന് പറയുന്നത്. അതും AI ടെക്നിക്സ് ആണ്. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? റൂൾ ബേസ്ഡ് സിസ്റ്റം, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മെഷീൻ ലേണിംഗ് അതെങ്ങനെയാണ്? ഡേറ്റ വെച്ചിട്ട് ഡേറ്റ അനലൈസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുന്നു, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീനെ നമ്മൾ പഠിപ്പിക്കുന്നു. അടുത്തതാണ് ഡീപ്പ് ലേണിംഗ്. നമ്മൾ നമ്മുടെ ഒരു ഇൻ്റലിജൻസ് കുറച്ചും കൂടി നമ്മൾ മെഷീന് കൊണ്ടുവരുന്നു. ഏത് വെച്ചിട്ട്? ANN വെച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്നുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്. അടുത്തെന്താ നമ്മൾ പറഞ്ഞത്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നമ്മുടെ ഭാഷ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്നു, എന്നിട്ട് അത് കമ്പ്യൂട്ടർ നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പിന്നെ റോബോട്ടിക്സ്. ഇത്രയാണ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്താണ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് എനേബിൾസ് കമ്പ്യൂട്ടേഴ്സ് ടു ലേൺ ഫ്രം ഡേറ്റ ആൻഡ് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് വിത്തൗട്ട് ബീങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ് ഫോർ എവരി ടാസ്ക്. നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിന് കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റ യൂസ് ചെയ്ത് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് പ്രഡിക്ഷൻസോ ഡിസിഷൻസോ എടുക്കുകയാണെങ്കിൽ നമ്മൾ മെഷീൻ ലേണിംഗ് എന്നതിനെ പറയാം. നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. മെഷീൻ ലേണിംഗ് ഇസ് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗീവ്സ് കമ്പ്യൂട്ടേഴ്സ് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീങ് ഡയറക്റ്റ്ലി പ്രോഗ്രാംഡ്. നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് പ്രോഗ്രാം എഴുതി വയ്ക്കാതെ ഇൻപുട്ട് ഡേറ്റയിൽ നിന്ന് കമ്പ്യൂട്ടർ ഓരോന്ന് മനസ്സിലാക്കി അത് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു ചെറിയ കുഞ്ഞിന് നമ്മൾ ആനിമൽസിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കുറേ ഇമേജസ് കാണിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് പറയും, ഇത് ഡോഗാണ്, ഇത് ക്യാറ്റാണ്, ഇത് എലിഫൻ്റാണ്. ഓരോ ഇമേജ് കാണിച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ അടുത്തൊരു ഡോഗിൻ്റെ ഇമേജ് കാണിക്കുന്ന സമയത്ത് കുഞ്ഞത് മനസ്സിലാക്കും അല്ലേ, അത് പറയും ഇതെന്താണ്, ഇതൊരു ഡോഗാണെന്ന് പറയും. അപ്പം നമ്മൾ അടുത്ത് ഡോഗിൻ്റെ പല വെറൈറ്റിയിലുള്ള ഇമേജസ് നമ്മൾ കാണിക്കും. എന്നിട്ട് നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അത് പെട്ടെന്ന് അത് റിക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊരു ഡൗട്ടായിട്ട് അത് പറയാം, ചിലപ്പോൾ അത് പറയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറയും ഇതും ഡോഗാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതും കൂടെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ മെമ്മറിയിൽ ആ ഡോഗിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു പാറ്റേൺ ആയിരിക്കും മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേറൊരു ഇമേജ് കാണിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് റിക്കഗ്നൈസ് ചെയ്ത് നോക്കും, ഇത് ഏകദേശം ഈ ഒരു ഡോഗിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്, അത് കറക്റ്റായിട്ട് അത് പറയും, പ്രെഡിക്റ്റ് ചെയ്ത് അത് പറയും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഓരോ മെഷീനെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. മെഷീനെ ട്രെയിൻ ചെയ്യിക്കുക. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ മെഷീനെ ട്രെയിൻ ചെയ്ത് നമ്മളൊരു ഡിസിഷൻ കമ്പ്യൂട്ടറിനെ കൊണ്ട് പറയിക്കുക, അതാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. In today's data-driven world, machine learning helps computers predict future events, recognize speech and images, recommend product online, detect fraud in banking, forecast economic trend. ഇതാണ് മെഷീൻ ലേണിങ്ങിൻ്റെ യൂസ് എന്ന് പറയുന്നത്.
ഫ്യൂച്ചർ ഇവൻറ്റ് പ്രഡിക്റ്റ് ചെയ്യുക, സ്പീച്ചും ഇമേജസും റെക്കഗ്നൈസ് ചെയ്യുക. നമുക്ക് പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് സിസ്റ്റം ഡിസ്പ്ലേ ചെയ്യിക്കുക. അതുപോലെ തന്നെ ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യുക, എക്കണോമിക് ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മെഷീൻ ലേണിങ്ങിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് എ മെഷീൻ ലേണിംഗ്. ഇറ്റ് ഓട്ടോമേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് യൂസിങ് ഡേറ്റ യൂസ് ചെയ്ത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു. ഇറ്റ് ഇംപ്രൂവ് ആക്യുറസി ആസ് മോർ ഡേറ്റ ബിക്കംസ് അവൈലബിൾ. ഡേറ്റ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്യുറസി ഹൈ ആയിരിക്കും. അതുപോലെ ഹ്യൂമണിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പാറ്റേൺ പോലും മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് എനേബിൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ത്രൂ ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻ. ലേണിങ്ങിലൂടെയും അഡാപ്റ്റേഷനിലൂടെയും നമുക്ക് ആ ഒരു മോഡലിൻ്റെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ആൻ അനലിസ്റ്റ് മേ യൂസ് മെഷീൻ ലേണിംഗ് മോഡൽസ് ടു ഫോർകാസ്റ്റ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡേറ്റ. പാസ്റ്റ് ഡേറ്റയുടെ ബേസിസിൽ ഒരു ഫോർകാസ്റ്റിംഗ് നടത്താൻ, ഇൻഫ്ലേഷൻ എത്ര സംഭവിച്ചു എന്നുള്ള അതിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസ് ചെയ്യാം. ദിസ് മോഡൽ ക്യാൻ ബി ട്രെയിൻഡ് ടു റിക്കഗ്നൈസ് പാറ്റേൺസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിങ്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഗ്ലോബൽ കമോഡിറ്റി പ്രൈസസ്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് വേഴ്സസ് മെഷീൻ ലേണിംഗ്. ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ നമ്മളായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ റൂൾസും എഴുതുന്നത്. അതുപോലെ ഹ്യൂമൺ ആയിരിക്കും എല്ലാ ലോജിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ലെസ് ഫ്ലെക്സിബിളാണ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എങ്ങനെയാണ്? മെഷീൻ ലേൺ റൂൾ ഫ്രം ഡേറ്റയിൽ നിന്നായിരിക്കും മെഷീൻ ഓരോ റൂൾസും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആ മോഡൽ, മെഷീൻ്റെ ആ മോഡലായിരിക്കും ഡിസ്കവേഴ്സ് പാറ്റേൺ. ഓരോ പാറ്റേണും റിക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നത് ആ മോഡലായിരിക്കും. ഇംപ്രൂവ് വിത്ത് മോർ ഡേറ്റ കൂടുന്നതിനനുസരിച്ച് മോഡലിൻ്റെ ആക്യുറസി കൂടുതലായിരിക്കും. അത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൂൾസ് ആരായിരിക്കും ചെയ്യുന്നത്? ഹ്യൂമൺ ആയിരിക്കും ചെയ്യുന്നത്. ഹ്യൂമൺ തന്നെയായിരിക്കും എല്ലാ ലോജിക്കും ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ മെഷീൻ ലേണിങ്ങിൽ മെഷീൻ ലേൺ റൂൾ ഫ്രം ഡേറ്റ, മോഡൽ ഡിസ്കവേഴ്സ് പാറ്റേൺ, ഇംപ്രൂവ് വിത്ത് മോർ ഡേറ്റ. ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ച? മെഷീൻ ലേണിംഗ് പഠിച്ചു, മെഷീൻ ലേണിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, എക്സാമ്പിളൊക്കെ നോക്കി. ഇനി നമുക്ക് പഠിക്കേണ്ടത് ബേസിക് സ്റ്റെപ്സ് ഇൻ മെഷീൻ ലേണിംഗ് പ്രോസസ്സ്. മെഷീൻ ലേണിംഗ് പ്രോസസ്സിൻ്റെ ബേസിക് സ്റ്റെപ്പാണ്. മെഷീൻ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഡേറ്റ കളക്ഷൻ. കളക്ട് റെലവൻറ്റ് ഡേറ്റ. നമുക്ക് മെഷീനെ ട്രെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ഡേറ്റ പ്രിപ്പറേഷൻ. നമ്മൾ കളക്ട് ചെയ്തത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. അതിന് സ്ട്രക്ചേർഡ് ഡേറ്റ ആക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡേറ്റ പ്രിപ്പറേഷൻ. മൂന്നാമത്തത് മോഡൽ സെലക്ഷൻ. നമുക്ക് വേണ്ട മോഡൽ ഏതാണെന്ന് നോക്കി ആ മോഡൽ ചൂസ് ചെയ്യുക. ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ റിഗ്രഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുക. കാറ്റഗറൈസ് ഐറ്റംസ് ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുക. ഈ രണ്ട് അൽഗോരിതം നമുക്ക് പിന്നീട് പഠിക്കാം, റിഗ്രഷനും ക്ലാസിഫിക്കേഷനും. ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് മെഷീൻ ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന രണ്ട് അൽഗോരിതമാണ് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും. ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈസൊക്കെ പ്രെഡിക്റ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ റിഗ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യുക. നമുക്ക് ക്ലാസിഫൈ ചെയ്യണം അല്ലേ? ആ സമയത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുക. അടുത്തത് ട്രെയിനിങ് ദ മോഡൽ. ഗീവ് ട്രെയിനിങ് ഡേറ്റ ടു ദ മോഡൽ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ മോഡലിനെ ട്രെയിൻ ചെയ്യുക. പാറ്റേൺ റിക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ആണ്. ലാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ ആ മോഡലിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം ഡിപ്ലോയ് ചെയ്യുക. ഡിപ്ലോയ്മെൻറ്റ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബേസിക് സ്റ്റെപ്സ് ഇൻ മെഷീൻ ലേണിംഗ് ഏതൊക്കെയാണ്? ഡേറ്റ കളക്ട് ചെയ്യുക, ഡേറ്റ പ്രിപ്പയർ ചെയ്യുക, മോഡൽ സെലക്ട് ചെയ്യുക, ട്രെയിനിങ്, ടെസ്റ്റിംഗ്, ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിങ്ങിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, രണ്ട് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, മൂന്ന് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. മെഷീൻ ലേണിങ്ങിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെൻറ്റ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ദ മോഡൽ ലേൺ ഫ്രം ലേബിൾഡ് ഡേറ്റ. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ഒരു മോഡൽ ലേൺ ചെയ്യുന്നത് ഏതിൽ നിന്നായിരിക്കും? ലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്നായിരിക്കും ലേൺ ചെയ്യുന്നത്. ഒരാളുടെ ഗൈഡൻസോടുകൂടി നമ്മൾ പഠിക്കുന്നതിനാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഒരു കുട്ടി പഠിക്കുന്നു. അതെന്താണ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്.
അപ്പോൾ ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത് ലേബിൾഡ് ഡേറ്റ വെച്ചിട്ടാണെങ്കിൽ, ലേബിൾഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് നമ്മൾ കൊടുക്കും, അതുപോലെ കറക്റ്റ് ഔട്ട്പുട്ടും കൊടുക്കും. അങ്ങനെ ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്? ഒരു ലേബിൾഡ് ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് നമ്മളൊരു മെഷീനെ ട്രെയിൻ ചെയ്യിച്ചാൽ, അപ്പോൾ അങ്ങനെ ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് ലേബൽ ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ മെഷീനെ ലേൺ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡേറ്റയിൽ നിന്ന് ഔട്ട്പുട്ട് ലേബലിലോട്ട് ഒരു മാപ്പിംഗ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ മെഷീനെ ലേൺ ചെയ്യിക്കുന്നത്. ഇത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൻ്റെ ഒരു എക്സാമ്പിൾ. ഇറ്റ് ഈസ് ലൈക്ക് എ ടീച്ചർ ടീച്ചിങ് ഇൻ എ ക്ലാസ് റൂം. ടീച്ചർ ഗീവ് ക്വസ്റ്റ്യൻസ്, ടീച്ചർ ഓൾസോ ഗീവ് ആൻസർ. സ്റ്റുഡൻറ്റ് ലേൺസ് ദ പാറ്റേൺ. അതാണ് നമ്മുടെ ക്ലാസ് റൂം ടീച്ചിങ്. ഇത് ആ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ സെയിം ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ, ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ. നമുക്ക് ഒരു ഹൗസിൻ്റെ പ്രൈസ് എത്രയാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണയാണെങ്കിൽ നമുക്ക് കുറേ റൂൾസൊക്കെ എഴുതി അങ്ങനെയായിരിക്കും നമ്മൾ ഹൗസിൻ്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇവിടെ മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ഡേറ്റ കൊടുക്കും. ഹൗസിൻ്റെ സൈസ്, നമ്പർ ഓഫ് റൂം, ലൊക്കേഷൻ, പ്രൈസ് ഇതൊക്കെ കൊടുക്കും. എന്നിട്ട് നമുക്ക് ആ കൊടുത്ത ഡേറ്റയിൽ നിന്ന് ഒരു പാറ്റേൺ റിക്കഗ്നൈസ് ചെയ്തിട്ട് സിസ്റ്റം ഒരു ഹൗസിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ഒരു മോഡലിൽ ട്രെയിൻ ചെയ്യിച്ച് ആ പാറ്റേൺ വെച്ചിട്ട് ഒരു ഹൗസിൻ്റെ പ്രൈസ് എത്രയെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഒരു റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഡിസിഷൻ ട്രീ, നെയ്വ് ബേസ്, സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. ഈ അൽഗോരിതംസ് ഒക്കെ നമുക്ക് ഇപ്പം ഇതിൻ്റെയൊക്കെ പേരുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ലീനിയർ റിഗ്രഷനുണ്ട്, ലോജിസ്റ്റിക് റിഗ്രഷനുണ്ട്, ഡിസിഷൻ ട്രീ, നെയ്വ് ബേസ്, സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിൽ എന്താ പഠിച്ചത്? ലേബിൾഡ് ഡേറ്റ കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുന്നു, അല്ലേ? അതാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ഡേറ്റ ഹാസ് നോ ലേബലൊന്നുമില്ല. നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ആ ഇൻപുട്ടിൽ നിന്ന് സിസ്റ്റം ഹിഡൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ അൺലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഡേറ്റയിൽ നിന്ന് പാറ്റേണും റിലേഷൻഷിപ്പും കണ്ടുപിടിക്കും. റൈറ്റ് ആൻസേഴ്സ് കൊടുക്കാതെ കമ്പ്യൂട്ടർ സ്വയം പാറ്റേൺ കണ്ടെത്തുന്നതാണ്. ഹിഡൻ പാറ്റേൺ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമറിനെ ക്ലാസിഫൈ ചെയ്യുക. അതുപോലെ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ഇൻ ബാങ്കിങ്, അതും ഏതാണ്? അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് ഇതേ വീഡിയോ ഇഷ്ടമുള്ളവരെല്ലാം കൂടെ ചേർത്ത് ഉൾപ്പെടുത്തി റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഏതാണ്? അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റയിൽ സിമിലാരിറ്റി കണ്ടെത്തി അതിന് ഗ്രൂപ്പുകളാക്കുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡേറ്റയുടെ സിമിലാരിറ്റി ഫൈൻഡ് ചെയ്ത് അതിനെ ഓരോ ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ കെ മീൻസ് ക്ലസ്റ്ററിംഗ്, ഹൈറാർക്കിയൽ ക്ലസ്റ്ററിംഗ്, പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ്. ഈ അൽഗോരിതത്തിൻ്റെയൊക്കെ പേര് മാത്രം ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് പഠിച്ച സമയത്ത് ഞാൻ അൽഗോരിതംസ് പറഞ്ഞു തന്നു. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോഴും അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്താണെന്ന് പഠിച്ചിട്ട് ഈ അൽഗോരിതംസും എക്സാമ്പിളും കൂടെ നമ്മൾ എഴുതണം. ഇത് നമുക്ക് പഠിക്കേണ്ടത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഇൻവോൾവ്സ് ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ. The model interact with an environment and learn from reward or penalties based on its actions. മെഷീൻ അത് ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ റിവാർഡോ പെനാൽറ്റിയോ അക്സെപ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്.
ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൽ മെഷീൻ എങ്ങനെയായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീൻ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും. അത് ഏത് പ്രവൃത്തി ചെയ്തപ്പോഴാണ് അതിന് കറക്റ്റായിട്ട് ഒരു റിവാർഡ് കിട്ടിയത്, അതനുസരിച്ച്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിനൊരു പെനാൽറ്റി വന്നത്, ആ സമയം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് റിവാർഡ് കിട്ടുന്നതനുസരിച്ച് സിസ്റ്റം ബിഹേവ് ചെയ്ത് സിസ്റ്റം മനസ്സിലാക്കി സിസ്റ്റം പഠിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഈസ് എ ലേണിംഗ് ബൈ മിസ്റ്റേക്ക് ആൻഡ് റിവാർഡ്. Reinforcement learning is a way of teaching a computer by giving a reward when it does something right. അത് കറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു റിവാർഡ് കൊടുക്കും. നോട്ട് ഗിവിങ് റിവാർഡ് വെൻ ഇറ്റ് ഡസ് സംതിങ് റോങ്. എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിവിങ് പണിഷ്മെൻറ്റ്. അപ്പോൾ അതും നമുക്ക് എന്താ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. ബൈ ട്രൈയിങ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇറ്റ് ലേൺസ് വിച്ച് ആക്ഷൻസ് ആർ ബെസ്റ്റ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ റെപ്പറ്റീഷനായിട്ട് വരുമ്പോൾ ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കുന്നു വിച്ച് ആക്ഷൻ ഈസ് ബെസ്റ്റ്. അതനുസരിച്ച് അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം. ട്രെയിനിങ് എ ചൈൽഡ്. ഒരു കുഞ്ഞിന് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നു. റിവാർഡ് ഫോർ എ ഗുഡ് ബിഹേവിയർ. നല്ല ബിഹേവിയറിന് നമ്മൾ റിവാർഡ് കൊടുക്കുന്നു. അതുപോലെ കറക്ഷൻ ഫോർ റോങ് ആക്ഷൻ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെല്ലാം റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിളും കൂടെ പറയാം. നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. സിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡോഗ് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ റിവാർഡ് കിട്ടി. അടുത്തത് ചെയ്യുന്നില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബിസ്ക്കറ്റ് കൊടുക്കുന്നില്ല, അതിനെ പണിഷ് ചെയ്യുന്നു. അപ്പോൾ ഡോഗ് മനസ്സിലാക്കും എന്ത് ചെയ്തപ്പോഴാണ് അതിന് ആ ഒരു റിവാർഡ് കിട്ടിയത്, അതനുസരിച്ച് അതെന്ത് ചെയ്യും, അതിൻ്റെ ആക്ഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അതാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ലേണിംഗ് ഇവിടെ പഠിച്ചു. സൂപ്പർവൈസ്ഡ് പഠിച്ചു, അൺസൂപ്പർവൈസ്ഡ് പഠിച്ചു, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് പഠിച്ചു. ഇനി മെഷീൻ ലേണിംഗ് ഹാസ് പ്രാക്ടിക്കൽ ആൻഡ് ഗ്രോയിങ് റെലവൻസ് ഇൻ എക്കണോമിക്സ്. സം ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ്. മെഷീൻ ലേണിങ്ങിൽ ഇത് നിങ്ങളുടെ ബുക്കിനകത്തുള്ള ഒരു റെലവൻസ് ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് മിക്കവാറും 2-3 അടുത്തൊക്കെ ഇങ്ങനെ ഒരു പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുന്നതൊക്കെ പഠിക്കുക. ഫോർകാസ്റ്റിംഗ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് GDP, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അതും ഒരു റെലവൻസ് ആണ്. ക്ലാസിഫൈങ് ദ ക്രെഡിറ്റ് റിസ്ക് ഓഫ് ബോറോവേഴ്സ് യൂസിങ് ഹിസ്റ്റോറിക്കൽ ലോൺ ഡേറ്റ. അതുപോലെ ഡിറ്റക്റ്റിംഗ് ഫ്രോഡ് ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പ്രെഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസ് ആൻഡ് മാർക്കറ്റ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അനലൈസിങ് കൺസ്യൂമർ ബിഹേവിയർ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷീൻ ലേണിംഗ് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, എക്കണോമിക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോർകാസ്റ്റ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ആർ ദ കൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിങ്ങിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ബേസിക് കൺസെപ്റ്റ്. അതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് മെഷീൻ ലേണിംഗ് ഈസ് എ പാർട്ട് ഓർ സബ്സെറ്റ് ഓഫ് AI. എയുടെ സബ്സെറ്റ് എന്ന് പറയുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കൺസെപ്റ്റാണ്. നമ്മൾ AI എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്, മനുഷ്യനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മെഷീൻസാണ് AI എന്ന് പഠിച്ചു അല്ലേ. അനലൈസ് ചെയ്യുന്നു, മേക്ക് ഡിസിഷൻസ്, സോൾവ് പ്രോബ്ലംസ്, അത് AIയുടെ ഫീച്ചേഴ്സാണ്. അടുത്ത് മെഷീൻ ലേണിങ്ങിൽ നമ്മൾ എന്താ പറഞ്ഞത്, മെഷീൻ ലേണിങ്ങിൽ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നു. അതാണ് മെഷീൻ ലേണിങ്ങിൽ ചെയ്യുന്നത്. ലേൺ ഫ്രം ഡേറ്റ, ഇംപ്രൂവ് ഓവർ ടൈം, മേക്ക് പ്രഡിക്ഷൻസ്, അതാണ് മെഷീൻ ലേണിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് ഈസ് എ പാർട്ട് ഓഫ് സബ്സെറ്റ് ഓഫ് AI. അത് ഫസ്റ്റ് കൺസെപ്റ്റ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റയാണ്. അപ്പോൾ ഡേറ്റ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെലവൻറ്റ് ഇൻ AI ആൻഡ് മെഷീൻ ലേണിംഗ്. രണ്ടിലും നമ്മൾ ഡേറ്റയാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റയാണ്. മനുഷ്യൻ പഠിക്കുന്നത് എക്സ്പീരിയൻസിലൂടെയാണ് അല്ലേ. ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുന്നത്. പക്ഷേ മെഷീൻ എങ്ങനെയാണ് പഠിക്കുന്നത്, ഡേറ്റ അനാലിസിസ് നടത്തി അതിൽ നിന്നാണ് മെഷീൻസ് പഠിക്കുന്നത്. അപ്പോൾ ഗുഡ് ക്വാളിറ്റി ഡേറ്റ ആണെങ്കിൽ ആക്യുറസി നല്ല ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ പുവർ ഡേറ്റ ക്വാളിറ്റി ആണ് ഉള്ളതെങ്കിൽ നമ്മുടെ റിസൾട്ടും റോങ് ആയിരിക്കും. അപ്പോൾ മോർ ഡേറ്റ പ്ലസ് ബെറ്റർ ഡേറ്റ, അതാണ് ബെറ്റർ AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്. അൽഗോരിതംസ് മെഷീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ആൻ അൽഗോരിതം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് അൽഗോരിതം എന്ന് പറയാം.
ഇറ്റ് ഈസ് ലൈക്ക് എ റെസിപ്പി ദാറ്റ് ടെൽസ് ദ മെഷീൻ. നമ്മൾ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു റെസിപ്പി നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, അപ്പോൾ അത് ഏത് ക്രമത്തിലാണ് അത് ചെയ്യേണ്ടത്, ഇത്രയാണ് നമുക്കത് ആ റെസിപ്പി നോക്കുന്നത് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ദാറ്റ് ടെൽ ദ കമ്പ്യൂട്ടർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പറയാണ് ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡേറ്റ കിട്ടിയാൽ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് ലേൺ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അടുത്ത് അൽഗോരിതത്തിന് 2 എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ലീനിയർ റിഗ്രഷനും ന്യൂറൽ നെറ്റ്വർക്കും. ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ പറ്റും അല്ലേ. അതുപോലെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കി ഹൗസിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇമേജ് റിക്കഗ്നിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതംസാണ് ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അൽഗോരിതം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി നമ്മൾ എഴുതുന്ന സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതംസ് എന്ന് പറയുന്നത്. അടുത്തത് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മെഷീൻ ലേണിങ്ങിൽ ഡേറ്റയെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ട്രെയിനിങ് ഡേറ്റ എന്നും ടെസ്റ്റിംഗ് ഡേറ്റ എന്നും. അപ്പോൾ ഒരു മോഡലിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയെ നമുക്ക് ട്രെയിനിങ് ഡേറ്റ എന്ന് പറയാം അല്ലേ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു, ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം ഒരു ഡോഗ് കാണിക്കും, പിന്നെ അതുപോലെയുള്ള കുറേ ഡോഗ്സിൻ്റെ ഇമേജസ് കാണിച്ചിട്ട് നമ്മൾ പറയുമെന്ന് പറഞ്ഞു, അപ്പോൾ മെഷീനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ നമുക്ക് മെഷീനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ ട്രെയിനിങ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറേ ഇമേജസ് ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്, ഒരു പാറ്റേൺ ആയിരിക്കും അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പാറ്റേൺ വെച്ചിട്ടായിരിക്കും ഓരോന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത് ടെസ്റ്റിംഗ് ഡേറ്റ. ടെസ്റ്റിംഗ് ഡേറ്റ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മോഡലിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ഡേറ്റ യൂസ് ചെയ്യുന്നത്. ആ നമ്മൾ ഉണ്ടാക്കിയ മോഡലിന് കറക്റ്റായിട്ട് പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ഡേറ്റ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രാക്ടീസ് ടെസ്റ്റ് നടത്തും അല്ലേ. നമുക്ക് എക്സാമിന് മുമ്പേ ആയിട്ട് നമ്മൾ കുറേ പ്രാക്ടീസ് ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ ആ പ്രാക്ടീസ് ടെസ്റ്റിന് നമുക്ക് എന്ത് പറയാം, ട്രെയിനിങ് എന്ന് പറയാം അല്ലേ. ലാസ്റ്റ് നമ്മൾ ഒരു പരീക്ഷ നടത്തും, അതിന് നമുക്ക് ടെസ്റ്റിംഗ് എന്നും പറയാം. ക്ലിയർ ആയോ? ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ഡേറ്റയും അൽഗോരിതവും. മോഡൽ പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ, ലാസ്റ്റ് കൺസെപ്റ്റാണ് മോഡൽ പെർഫോമൻസ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ആ മോഡലിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ആക്യുറസി, പ്രെസിഷൻ, റീകോള്. നിങ്ങൾ പേര് മാത്രം പഠിച്ചാൽ മതി, പിന്നീട് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു മെഷീൻ ലേണിങ്ങിൽ മെഷീൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ആക്യുറസി, പ്രെസിഷൻ, റീകോൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ കൺസെപ്റ്റുകളാണ് പഠിച്ചത്, ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റ് ആണെന്ന് പഠിച്ചു. രണ്ടാമത്തെ ഗുഡ് ക്വാളിറ്റി ഡേറ്റ, അത് ആ ഒരു കൺസെപ്റ്റ്, ഡേറ്റ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചു. മൂന്നാമത്തെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു അൽഗോരിതം വേണം അല്ലേ. ഡേറ്റ കിട്ടിയിട്ട് നമുക്ക് മെഷീനെ ലേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം, അത് അൽഗോരിതംസ് എന്താണെന്ന് പഠിച്ചു. അടുത്ത് എന്താണ് ട്രെയിനിങ് ഡേറ്റ, എന്താണ് ടെസ്റ്റിംഗ് ഡേറ്റ എന്ന് പഠിച്ചു. ലാസ്റ്റ് ഇവാലുവേഷൻ. ഇത്രയും സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ട് ഒരു മെഷീൻ ലേണിങ്ങിൽ ഒരു മോഡൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഡേറ്റ വേണം, ആദ്യം നമ്മളൊരു അൽഗോരിതം വേണം, ആ ഡേറ്റ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഒരു അൽഗോരിതം വേണം, പിന്നെ ടെസ്റ്റിംഗ് ഡേറ്റയും ട്രെയിനിങ് ഡേറ്റയും വേണം, പിന്നെ അതിന് ഡെവലപ്പ് ചെയ്ത മോഡൽ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവാലുവേഷനും മെത്തേഡ്സും വേണം. ഇനി നമ്മുടെ ഒരു നല്ല ഒരു AI അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഗുഡ് ഡേറ്റ വേണം, അതുപോലെ നമ്മളൊരു പ്രോപ്പർ അൽഗോരിതം സെലക്ട് ചെയ്തിരിക്കണം, കറക്റ്റായിട്ട് മെഷീനെ ട്രെയിൻ ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഗുഡായിരിക്കും, നമ്മൾ ഡെവലപ്പ് ചെയ്ത മോഡലിൻ്റെ പെർഫോമൻസ് ഗുഡായിരിക്കും. നമ്മൾ കൺസെപ്റ്റ് യൂസ്ഡ് ഇൻ AI ആൻഡ് മെഷീൻ ലേണിംഗ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. ഇത് നമുക്ക് അടുത്ത യൂണിറ്റുകളിലൊക്കെ പഠിക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിലൊന്ന് നോക്കി പോവാം. അതിനകത്ത് അൽഗോരിതംസ് ആർ മെത്തേഡ് ത്രൂ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ലേൺ ഫ്രം ഡേറ്റ. കമ്പ്യൂട്ടർ ഡേറ്റയിൽ നിന്ന് ലേൺ ചെയ്യുന്നത് ഏത് വഴിയാണ്, അൽഗോരിതംസ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ ലേൺ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അൽഗോരിതം ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻസ് വി ആസ്ക്. ഡു വി വോണ്ട് ടു പ്രെഡിക്റ്റ് എ നമ്പർ, ഡു വി വോണ്ട് ടു അസൈൻ എ കാറ്റഗറി,
category? Do we want to find a hidden group? Do we want to reduce the complexity of a data? അപ്പോൾ ഒരു നമ്പർ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് റിഗ്രഷനാണ്. ഒരു കാറ്റഗറി അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ക്ലാസിഫിക്കേഷനാണ്. അതുപോലെ ഹിഡൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ക്ലസ്റ്ററിങ്. കോംപ്ലക്സിറ്റി, ഡേറ്റയുടെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഈ 4 പേരും അതിൻ്റെ അൽഗോരിതവും പഠിക്കണം. അടുത്ത സ്ലൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. ഏതൊക്കെയാണ് അൽഗോരിതംസ് എന്ന് പറയുന്നത്? റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ട റിഗ്രഷൻ അൽഗോരിതംസ് ആണ്. കണ്ടിന്യൂസ് വാല്യൂസിൻ്റെ ബേസിസിൽ പ്രഡിക്ഷൻ നടത്തുന്നതാണ് റിഗ്രഷൻ അൽഗോരിതംസ്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇൻപുട്ട് വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാം. ഇൻപുട്ട് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയായിരിക്കാം? സ്ക്വയർ ഫീറ്റ് കൊടുക്കും, അതുപോലെ നമ്പർ ഓഫ് ബെഡ്റൂം കൊടുക്കും, ലൊക്കേഷൻ. ഇതായിരിക്കും നമ്മൾ ഇൻപുട്ട് ഫീച്ചേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ടായിട്ട് ഹൗസിൻ്റെ പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ട്രെയിനിങ് ഡേറ്റാ സെറ്റിൽ ഡിഫറൻറ്റ് സൈസിലും ലൊക്കേഷനിലുള്ള ഹൗസിൻ്റെ ഡീറ്റെയിൽസും കൊടുത്ത് അതുപോലെ പ്രൈസും കൊടുത്തിട്ടായിരിക്കും നമ്മൾ മെഷീനെ ലേൺ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. മോഡലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റും നമ്പർ ഓഫ് ബെഡ്റൂം, ലൊക്കേഷൻ, ഇതെങ്ങനെയാണ് പ്രൈസിനെ അഫക്റ്റ് ചെയ്യുക, ഇത് മനസ്സിലാക്കി അത് ലേൺ ചെയ്യുക എന്നതാണ് ആ മെഷീൻ ചെയ്യുന്നത്. ഇനി പുതിയൊരു ഡേറ്റ വന്നാലും മോഡലിന് കറക്റ്റായിട്ട് പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇൻപുട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. എക്സ്പെക്റ്റഡ് ഓർ ലേബൽ എന്ന് പറയുന്നത് ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. മനസ്സിലായോ? ഹൗസിൻ്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിഗ്രഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യാം. നമ്മൾ മെഷീന് പല ടൈപ്പിലുള്ള ഹൗസിൻ്റെ ഡീറ്റെയിൽസും കൊടുത്ത് പ്രൈസും കൊടുത്ത് നമ്മൾ മെഷീനെ ലേൺ ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾ പുതിയൊരു ഹൗസിൻ്റെ പ്രൈസ്, ഒരു ലൊക്കേഷനിലുള്ള ഹൗസിൻ്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ പഴയ ഡേറ്റാസ് വെച്ചിട്ട് മെഷീൻ എന്ത് ചെയ്യും? പഠിച്ചിട്ട് ഒരു വാല്യൂ പ്രഡിക്റ്റ് ചെയ്യും. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, സെയിൽസ് ഫോർകാസ്റ്റിംഗ്. പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് എന്താണ് ഫ്യൂച്ചറിലെ സെയിൽസ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? യൂസ്ഡ് ടു പ്രെഡിക്റ്റ് എ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂ. അതിന് ആ ഒരു വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച്, വാട്ട് വാല്യൂ, ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടും. ഇത് ഏത് അൽഗോരിതം വെച്ചിട്ട്? റിഗ്രഷൻ അൽഗോരിതം വെച്ചിട്ട്. അതുപോലെ എക്സാമ്പിൾ നോക്കുക, പ്രെഡിക്റ്റിംഗ് ഹൗസ് പ്രൈസ്, ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ എസ്റ്റിമേറ്റിംഗ് ഇൻകം, ഇതിൻ്റെ എക്സാമ്പിളാണ് പ്രധാനം കേട്ടോ. റിഗ്രഷൻ അൽഗോരിതം വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ട് ആ എക്സാമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക, എങ്കിലേ നമുക്കിത് മനസ്സിലാവുള്ളൂ, മോഡലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് ഇൻഫ്ലേഷൻ, പ്രെഡിക്റ്റിംഗ് GDP ഗ്രോത്ത്, ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരു വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റിഗ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യാം. ദ അൽഗോരിതം ഫൈൻഡ് എ മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ ഹൗസിൻ്റെ പറഞ്ഞു എന്തൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നുള്ളത്. അടുത്തത് കോമൺ റിഗ്രഷൻ്റെ മെത്തേഡ്, ലീനിയർ റിഗ്രഷൻ, റിഡ്ജ് റിഗ്രഷൻ, ലാസോ റിഗ്രഷൻ. യൂസ്ഡ് വെൻ ഔട്ട്പുട്ട് ഈസ് എ നമ്പർ ദാറ്റ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ റിഗ്രഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ അൽഗോരിതം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നു അവിടെ ഒരു വാല്യൂസ് ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് ആണ്. യൂസ്ഡ് ടു അസൈൻ ഡേറ്റ ഇൻറ്റു കാറ്റഗറീസ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ വാല്യൂസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യെസ് ഓർ നോ, ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ അതിന് ആ കാറ്റഗറിയിൽ വരുന്നതാണോ അല്ലയോ, അല്ലെങ്കിൽ അത് ഏത് ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നു, അതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഒരു ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അതിനൊരു റൈറ്റ് ആൻസറും ഉണ്ടാവാം, അതിനൊരു റോങ് ആൻസറും ഉണ്ടാവാം. ക്ലാസിഫിക്കേഷനിൽ 2 ക്ലാസ് ആയിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. എസ്സും നോയും ആയിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എപ്പോഴും നമുക്ക് അത് എസ് ഓർ നോയിൽ തന്നെ നിൽക്കണമെന്നില്ല, മോർ ദാൻ അത് വരാം, മോർ ദാൻ 1 ക്ലാസിഫിക്കേഷനൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നെങ്കിൽ
ക്യാൻസർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ക്യാൻസർ പ്രെഡിക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അത് ഏത് ടൈപ്പിലെന്നും കൂടെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായിട്ട് സിറ്റുവേഷൻ വരും. ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 അങ്ങനെയൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമുക്ക് എന്താണ്, ഒന്നിൽ കൂടുതൽ ഡേറ്റ കാറ്റഗറിയിലുള്ള ഡേറ്റ ആയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ആ ക്ലാസിഫിക്കേഷനിൽ ഉണ്ടെന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഒരു ഹൗസിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യണത്, നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ പഠിച്ച റിഗ്രഷൻ അൽഗോരിതത്തിൽ ക്ലാസിൻ്റെ ആ ഒരു അൽഗോരിതത്തിൽ ആ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ഹൗസിൻ്റെ പ്രൈസൊക്കെ കൊടുത്ത് അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്ത് ആ ഹൗസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് വെച്ചാൽ അതിപ്പോൾ അഫോർഡബിൾ ആണോ അല്ലയോ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ദ മോഡൽ സ്റ്റഡീസ് പാസ്റ്റ് എക്സാമ്പിൾ ആൻഡ് ലേൺ ടു ക്ലാസിഫൈ ന്യൂ ആപ്ലിക്കൻസ്. പാസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചിട്ട് പുതിയ എക്സാമ്പിൾ വരുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യാം. ഇനി കോമൺ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ, ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്. അതാണ് ക്ലാസിഫിക്കേഷൻ്റെ അൽഗോരിതംസ്. പിന്നെ യൂസ്ഡ് വെൻ ഔട്ട്പുട്ട് ഈസ് എ കാറ്റഗറി. നമുക്ക് വരേണ്ട ഔട്ട്പുട്ട് ഒരു കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ഗ്രൂപ്പ് സിമിലർ ഓബ്ജക്ട്സ് ടുഗദർ, അല്ലേ? സിമിലർ ആയിട്ടുള്ള ഓബ്ജക്ട്സ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലസ്റ്ററിങ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു ഫൈൻഡ് നാച്ചുറൽ ഗ്രൂപ്പ്സ് ഇൻ ഡേറ്റയിൽ നിന്ന് ഗ്രൂപ്പ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലസ്റ്ററിങ് അൽഗോരിതംസ് യൂസ് ചെയ്യാം. ഈ ക്ലസ്റ്ററിങ് അൽഗോരിതം എന്ന് പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. ദിസ് അൽഗോരിതം ഇറ്റ് സെൽഫ് ഫൈൻഡ് പാറ്റേൺ. ആ അൽഗോരിതം എന്ത് ചെയ്യും, ഹിഡൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹിഡൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യും. അടുത്തത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഫ്രൂട്ട് ബാസ്ക്കറ്റിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. അതിൽ നിന്ന് ഓരോ ഫ്രൂട്ട്സിനെയും ക്ലസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് ഡോഗ്, ക്യാറ്റ്, എലിഫൻറ്റ് ഇതിനെയൊക്കെ ക്ലസ്റ്റർ ചെയ്യുന്നു. ഇതും ക്ലസ്റ്ററിങ് അൽഗോരിതത്തിന് എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ വേറൊരു എക്സാമ്പിൾ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. കസ്റ്റമറിൻ്റെ ബൈയിങ് ഹാബിറ്റ് മനസ്സിലാക്കിയിട്ട് അവർ ഓരോ ക്ലസ്റ്റേഴ്സ് ആക്കുക. അതും ക്ലസ്റ്ററിങ് അൽഗോരിതത്തിന് എക്സാമ്പിളാണ്. ക്ലസ്റ്ററിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് കോമൺ ക്ലസ്റ്ററിങ് മെത്തേഡ്, കെ മീൻസ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്, DB സ്കാൻ. ഇതാണ് ദ ക്ലസ്റ്ററിംഗ് അൽഗോരിതം യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഹിഡൻ പാറ്റേൺസ്. ഹിഡൻ പാറ്റേൺസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലസ്റ്ററിംഗ് അൽഗോരിതം യൂസ് ചെയ്യാം. ഇൻ ക്ലസ്റ്ററിംഗ് അൽഗോരിതം ഗ്രൂപ്പ് ദ സിമിലർ ഡേറ്റ പോയിൻറ്റ്സ് ടുഗദർ. സിമിലറായിട്ട് വരുന്ന ഡേറ്റ പോയിൻറ്റ്സ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, വെൻ ഡേറ്റ സെറ്റ് ഹാസ് ടു മെനി വേരിയബിൾസ് ഓർ ഫീച്ചേഴ്സ്. ഒരു ഡേറ്റ സെറ്റിനകത്ത്, ഡേറ്റ സെറ്റ് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന്, ആ ഡേറ്റ സെറ്റിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് വേരിയബിൾസ് വരുന്ന സമയത്താണ് നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ടു മെനി വേരിയബിൾസ് ക്യാൻ ഇൻക്രീസ് കോംപ്ലക്സിറ്റി, റെഡ്യൂസ് ആക്യുറസി, ഇൻക്രീസ് കമ്പ്യൂട്ടേഷൻ ടൈം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. കസ്റ്റമറിൻ്റെ ഡേറ്റ അനാലിസിസിൽ നമ്മൾ 2 ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഏജും ഡേറ്റ് ഓഫ് ബർത്തും. അപ്പോൾ അതെന്താണ്, റിഡൻഡൻറ്റ് ഇൻഫർമേഷനാണ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇൻകം പറയുന്ന സമയത്ത് നമ്മൾ ആനുവൽ ഇൻകവും പറയുന്നുണ്ട്, മന്ത്ലി ഇൻകവും പറയുന്നുണ്ട്, അല്ലേ? അതും എന്താണ്, ഒരു റിഡൻഡൻറ്റ് ഇൻഫർമേഷനാണ്. അപ്പോൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ റെഡ്യൂസസ് നമ്പർ ഓഫ് വേരിയബിൾസ്, കീപ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഇമേജ് വെച്ചിട്ട് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഓരോ ഇമേജ് നോക്കുന്ന സമയത്ത് അതിൽ തൗസൻഡ്സോ അതിൽ കൂടുതലോ പിക്സൽസോ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ ഇമേജിനെ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷീനെ ട്രെയിൻ ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ടൈമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടേഷൻ നടത്താനും നമുക്കിതുവഴി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനാലിസിസും TSNE ആണ് നമ്മൾ എന്തിനാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിംപ്ലിഫൈ കോംപ്ലക്സ് ഡേറ്റ. കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏതൊക്കെ അൽഗോരിതംസ് ആണ് പഠിച്ചത്, ആദ്യം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു,
ഫസ്റ്റ് നമ്മൾ പഠിച്ചത് റിഗ്രഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അത് കഴിഞ്ഞ് ക്ലസ്റ്ററിങ് പഠിച്ചു. പിന്നെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ അൽഗോരിതംസ്. നമ്മൾ നേരത്തെ പഠിച്ച ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. റിഗ്രഷൻ, ഔട്ട്പുട്ട് കണ്ടിന്യൂസ് വാല്യൂ, എക്സാമ്പിൾ പ്രെഡിക്റ്റ് ഹൗസ് പ്രൈസ്, അൽഗോരിതം ലീനിയർ റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കാറ്റഗറി ഒരു ലേബൽ ആയിരിക്കും. അതുപോലെ എക്സാമ്പിൾ ഡിറ്റക്റ്റ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ്, അൽഗോരിതം ലോജിസ്റ്റിക് റിഗ്രഷൻ ഓർ ഡിസിഷൻ ട്രീസ്. ക്ലസ്റ്ററിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഗ്രൂപ്പിംഗ് ആൻഡ് എക്സാമ്പിൾ സെഗ്മെൻറ്റ് കസ്റ്റമേഴ്സ്, അൽഗോരിതം കെ മീൻസ് ഓർ ഹൈറാർക്കിയൽ ക്ലസ്റ്ററിങ്. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫോംഡ് ഡേറ്റ, എക്സാമ്പിൾ സിംപ്ലിഫൈ ഹൈ ഡയമെൻഷണൽ ഡേറ്റ, അൽഗോരിതം PCA ഓർ TSNE ആണ് അൽഗോരിതം. ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ എക്കണോമിക്സ്. AI and ML help economic analysis large amount of data quickly and accurately. എക്കണോമിക് ഡേറ്റ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൽ നിന്നൊരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് AI ടെക്നോളജിയും ML ടെക്നോളജിയും യൂസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് ട്രെൻഡ് അനാലിസിസ്. ഫോർകാസ്റ്റിംഗ് മീൻസ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ എക്കണോമിക് വാല്യൂസ്. അപ്പോൾ നമുക്ക് ഒരു വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ML ടെക്നോളജിയും AI ടെക്നോളജിയും യൂസ് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ബേസ്ഡ് ഓൺ അസംഷൻസിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്. വിത്ത് ML മെഷീൻ ലേണിംഗ് ക്യാൻ ഐഡൻറ്റിഫൈ കോംപ്ലക്സ് പാറ്റേൺ, ഹാൻഡിൽ ലാർജ് ഡേറ്റ സെറ്റ് ആൻഡ് ഗീവ് മോർ ആക്യുറേറ്റ് പ്രഡിക്ഷൻസ്. മെഷീൻ ലേണിംഗ് വെച്ചിട്ട് നമുക്ക് എക്കണോമിക് അതിലുള്ള ഡേറ്റാസ്, ലാർജ് കോംപ്ലക്സിറ്റി ഓഫ് ഡേറ്റാസ് അനലൈസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് MLും AI ടെക്നോളജിയും യൂസ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് സ്കോറിംഗ് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്. ബാങ്ക് മസ്റ്റ് ഡിസൈഡ് വെദർ ടു ഗിവ് എ ലോൺ ഓർ നോട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലോണ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെടുത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അവർ ചോദിക്കാറില്ല അല്ലേ. അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ നമ്മുടെ സിബിൽ സ്കോറൊക്കെ നോക്കുമ്പോൾ തന്നെ ബാങ്കുകാർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളത്. അതുപോലെ തന്നെ മൊബൈൽ പേയ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ബാങ്കിന് കറക്റ്റായിട്ട് ഓരോ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും അവരുടെ ആ ഒരു എന്താണ് അവരുടെ നേച്ചർ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ പണ്ട് എങ്ങനെയായിരുന്നു? നമുക്ക് ആദ്യം നമ്മുടെ ഇൻകം കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം, പിന്നെ നമ്മുടെ പാസ്റ്റ് റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ഇതൊക്കെ നോക്കിയിട്ടാണ് ലോൺ അപ്രൂവ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇപ്പോൾ മെഷീൻ ലേണിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റം തന്നെ നമ്മുടെ ഒരു ഹാബിറ്റ്, നമ്മളെ ഒരു എന്താണ് റീപേയ്മെൻറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ്സ് എങ്ങനെയാണ്, നമ്മുടെ സ്പെൻഡിങ് പാറ്റേൺ എന്താണ്, ഇതൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അടുത്ത് നമുക്ക് പഠിക്കേണ്ട പോയിന്റ് പ്രൈസ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് നോക്കാം. ചില സമയത്ത് എയർലൈൻ ടിക്കറ്റൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ കൂടുതലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ചില പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ചില സീസണിലൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു പ്രൈസ് ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചില സിറ്റുവേഷനിൽ കുറവായിരിക്കാം. ഇതൊക്കെ അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൈസ് ഓപ്റ്റിമൈസേഷൻ കൊണ്ടുവരിക. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് AI ടെക്നോളജി, മെഷീൻ ലേണിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ നമ്മുടെ ഡിമാൻഡ് എത്ര ഫ്യൂച്ചറിൽ ഒരു പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവും അത് ഫോർകാസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ പ്രൈസ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻ്ററി സഫീഷ്യൻ്റ് ആയിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ML ടെക്നോളജി യൂസ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാമേ. ലേബർ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഓട്ടോമേഷൻ. AI സ്റ്റഡീസ് വിച്ച് ജോബ്സ് ആർ ഇൻക്രീസിങ് ഇൻ ഫ്യൂച്ചർ, അതുപോലെ തന്നെ വിച്ച് സ്കിൽസ് ആർ ഇൻ ഡിമാൻഡ് ഇൻ ഫ്യൂച്ചർ, അതുപോലെ വിച്ച് ജോബ്സ് മേ ബി റീപ്ലേസ്ഡ് ബൈ ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ വഴി ഏത് മേഖലയിലാണ് ജോലി സാധ്യത കുറയുന്നത്, ഇത് ഫോർകാസ്റ്റ് ചെയ്യാനും നമുക്ക് AI ടെക്നോളജി യൂസ് ചെയ്യാം. അതുപോലെ വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ AI ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എംപ്ലോയ്മെൻറ്റിൻ്റെ ട്രെൻഡും അതുപോലെ പോളിസീസൊക്കെ ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും AI ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പബ്ലിക് പോളിസി ആൻഡ് സോഷ്യൽ പ്രോഗ്രാം ടാർഗറ്റിംഗ്. ഗവൺമെൻറ് യൂസസ് AI ടെക്നോളജി ടു ഐഡൻറ്റിഫൈ പുവർ ഹൗസ് ഹോൾഡ്.
അത് മനസ്സിലായല്ലോ. പാവപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നു. അതുപോലെ കറപ്ഷൻ റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സിഡീസൊക്കെ കറക്റ്റ് എത്തേണ്ടവരുടെ കയ്യിലാണ് എത്തിയത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എ ടെക്നോളജി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഈ കമ്പൈൻ സാറ്റലൈറ്റ് ഇമേജസ് പ്ലസ് സർവേ ഡേറ്റ ടു മാപ്പ് പോവർട്ടി ഇൻ വില്ലേജസ്. അതുപോലെ സോഷ്യൽ പ്രോഗ്രാംസൊക്കെ അതിനെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതുപോലെ കറക്റ്റ് ഡേറ്റ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എ ടെക്നോളജി യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അൽഗോരിതമിക് ട്രേഡിംഗ്. എ അനലൈസസ് സ്റ്റോക്ക് പ്രൈസസ് മാർക്കറ്റ് ട്രെൻഡ് അല്ലേ. എ വെച്ചിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഇത് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യാനും നമുക്ക് എ ടെക്നോളജി യൂസ് ചെയ്യാം. എന്താണ് അൽഗോരിതമിക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്താണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പകരമായിട്ട് കമ്പ്യൂട്ടർ തന്നെ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. വില കുറയുകയാണെങ്കിൽ ഷെയർസ് വാങ്ങും, അല്ലെങ്കിൽ വില കൂടി ആ കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കിയിട്ട് ഷെയർ വാങ്ങുന്നു. അപ്പോൾ അതിനെയാണ് അൽഗോരിതമിക് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ്സിനുള്ളിലായിരിക്കും ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബിഹേവിയറൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ എക്കണോമിക്സ്. ഹെൽപ്സ് സ്റ്റഡി ഇൻ ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ്. എങ്ങനെയാണ് ആൾക്കാർ ഡിസിഷൻസ് എടുക്കുന്നത്? എപ്പോഴും ഹ്യൂമൻ ഓരോ ഡിസിഷൻ എടുക്കുന്നത് ഒരു ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം കറക്റ്റാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യാം. അതുപോലെ ഇമോഷണൽ ബിഹേവിയർ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബയാസ് ഇൻ എക്കണോമിക് ചോയ്സസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്നോളജി യൂസ് ചെയ്യാം. ഇതെവിടെയാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? ടാക്സ് കംപ്ലയിൻറ്റ് സ്റ്റഡീസ്, പബ്ലിക് ഹെൽത്ത് എക്കണോമിക്സ്, അതുപോലെ കൺസ്യൂമർ ബിഹേവിയർ അനാലിസിസ്, ഇവിടെയൊക്കെ നമുക്ക് ഈ ടെക്നോളജിയുടെ യൂസ് ഉണ്ട്. അടുത്ത് നമുക്ക് നോക്കാം, നമുക്ക് ഏതൊക്കെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ആപ്ലിക്കേഷൻസിൽ ഒന്നാമത്തെ നമ്മൾ ഏത് പോയിന്റാണ് പറഞ്ഞത്? ഒന്നാമത്തത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആൻഡ് ട്രെൻഡ് അനാലിസിസ്. രണ്ടാമത്തെ ഏതായിരുന്നു? ക്രെഡിറ്റ് സ്കോറിംഗ് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്. മൂന്നാമത്തെ എന്തായിരുന്നു? പ്രൈസ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ പോയിന്റ് പഠിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ ഈ ടെക്നോളജി മെഷീൻ ലേണിംഗ്, അത് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇതിൽ ആപ്ലിക്കേഷൻസിൽ ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ എസ്സേക്ക് അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ഇത് ചോദിക്കാം. അപ്പോൾ ആ പോയിന്റ്സ് പഠിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ടേം എല്ലാം നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ടേമുകളാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഞാൻ ഇപ്പോൾ 3 ആപ്ലിക്കേഷൻ പറഞ്ഞെന്ന് തോന്നുന്നു. നാലാമത്തത് ലേബർ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഓട്ടോമേഷൻ. അടുത്തത് അത് അഞ്ചാമത്തത്. അടുത്തത് എന്തായിരുന്നു? നാലാമത്തതാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ, ലേബർ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ഓട്ടോമേഷൻ. അഞ്ചാമത്തത് പബ്ലിക് പോളിസി ആൻഡ് സോഷ്യൽ പ്രോഗ്രാം ടാർഗറ്റിംഗ്. അടുത്ത എന്തായിരുന്നു? ആറാമത്തതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അൽഗോരിതമിക് ട്രേഡിംഗ്. ഏഴാമത്തതാണ് ബിഹേവിയറൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ എക്കണോമിക്സ്. ഇതിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രഡിക്ഷൻ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. ആറാമത്തതായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന് എഴുതുക, അടുത്ത പോയിൻ്റായിട്ട് അൽഗോരിതമിക് ട്രേഡിംഗ് എന്ന് എഴുതുക, അതുപോലെ ബിഹേവിയറൽ, അതെല്ലാം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഈ പോയിന്റ് പഠിച്ചെടുക്കുക, എന്നിട്ട് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിച്ചത് AI. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? കാറ്റഗറീസ് അല്ലേ, കാറ്റഗറീസ് ഓഫ് AI പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ടെക്നിക്സ്. അത് കഴിഞ്ഞിട്ട് ML പഠിച്ചു, മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് പഠിച്ചു. സ്റ്റെപ്സ് ഇൻ മെഷീൻ ലേണിംഗ് അല്ലേ, സ്റ്റെപ്സ് ഇൻ ML പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ഓഫ് AI ആൻഡ് മെഷീൻ ലേണിംഗ് അത് നമ്മൾ പഠിച്ചു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെപ്റ്റ് ഓഫ് AI ആൻഡ് മെഷീൻ ലേണിംഗ്. അത് കഴിഞ്ഞിട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്, അത് ഓർമ്മയുണ്ടല്ലോ. 4 അൽഗോരിതത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. ലാസ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ് ഓഫ് മെഷീൻ ലേണിംഗ് ആൻഡ് AI ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ എയുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. AI ആൻഡ് മെഷീൻ ലേണിംഗ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.